ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇപ്പം എങ്ങനെ ഇരിക്കണ ഒന്നും അറിയാത്ത പാവം നമ്മുടെ ലാലേട്ടൻ വന്ന് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് ഈ ചെയ്ത് ന്യായമല്ല എന്നാണല്ലോ പുറത്ത് സംസാരം. അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ഉത്തരം അത് കേട്ടാ എന്താ രസം. ഈ ലോകത്തിലെ ഏറ്റവും കാരുണ്യവാനായ മനുഷ്യൻ ഞാനാണ്. ഇത് വെറും ഒരു ഷോ ആണ്. നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല, നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. കേട്ടല്ലോ അല്ലേ? നിങ്ങൾ ഇതിന് മുമ്പത്തെ സീസണിലും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഈ ബിഗ് ബോസിന്റെ ഈ മനുഷ്യത്വം. അപ്പോൾ ഇനി ബിഗ് ബോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ ആർക്കും ഒരു സംശയമൊന്നുമില്ലല്ലോ. ഷോ മുന്നോട്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയി പോകും. ആ വിഷയം അവിടെ തീർത്തു. ആ ബിഗ് ബോസ് ആ വിഷയം അതോടെ മുക്കി. കണ്ടോണ്ടിരുന്ന നമ്മൾ ജനങ്ങൾ വീണ്ടും മണ്ടന്മാരായി. ഇത് എത്ര തവണ മണ്ടന്മാരാവും? ആദ്യത്തെ സീസൺ തൊട്ട് തുടങ്ങിയതാണ്. ഓരോ തവണ ഓരോ രീതിയിൽ മണ്ടന്മാരാക്കും. ഇത്തവണ ഇപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ രതീഷ് കുമാറിനെ പുറത്താക്കി, ഒന്ന് ഞെട്ടിച്ച് നമ്മളെ മണ്ടരാക്കി. ഇതാ രണ്ടാമത്തെ ആഴ്ച അടുത്ത പണി. മുതിർന്ന നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്ന കേട്ടു, ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ, ഇതിന് മുമ്പത്തെ സീസണിലുള്ളവർക്ക് ഈ ഒരു പരിഗണന കിട്ടിയില്ല എന്ന് വെച്ച് ഇനിയുള്ളവർക്കെങ്കിലും കിട്ടട്ടെ എന്ന്. കിട്ടട്ടെ, അത്രേ പറയുന്നുള്ളൂ. എന്തായാലും ബിഗ് ബോസ് ഒരു ബയാസ്ഡ് അല്ലാത്ത ഷോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആയ ഒരു ഷോ ആണ്. ഓരോ തവണയും കൃത്യമായ അജണ്ട ബിഗ് ബോസിനുണ്ട്. ആര് ജയിക്കണമെന്നും ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിനനുസരിച്ച് തന്നെയാണ് ബിഗ് ബോസ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു രതീഷിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യത്തെ വീക്ക് തന്നെ രതീഷിനെ ഔട്ടാക്കിയത്. അത് ആർക്ക് സ്പ്ലിറ്റ് ചെയ്യണം, എങ്ങനെ സ്പ്ലിറ്റ് ആവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ ബിഗ് ബോസിനുണ്ടാവും. എന്നാലും അവിടെ വീണ്ടും ഒരു കല്ലുകടി. കാരണം ഉപ്പയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയ ജാസ്മീൻ്റെ മുമ്പിൽ ഇതൊക്കെയാണോ ബിഗ് ബോസ് ചോദിക്കുക? ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത്, ഒറ്റയ്ക്ക് കളിച്ചൂടെ എന്നൊക്കെ. അച്ഛന് വയ്യാത്തൊരു കുട്ടിയുടെ സങ്കടം ബിഗ് ബോസിന് മനസ്സിലാവില്ലേ? വളരെ ക്രൂരതയായി പോയിട്ട് ബിഗ് ബോസ്, പറയാതെ വയ്യ. ഇത്രയും ക്രൂരത ആ പിഞ്ച് ബാലികയോട് പാടില്ലായിരുന്നു. എന്തായാലും മണ്ടന്മാരാവാൻ നമുക്കിനിയും കുറേ ആഴ്ചകൾ കൂടെ ഉണ്ട്. ഓരോ ആഴ്ചയും ഓരോ ഗെയിമുകൾ കണ്ടുകൊണ്ടിരിക്കാം, മണ്ടന്മാരാവാം. ബൈ.